ലോകരക്ഷകൻ പിറന്ന സമയം. അശരണരായ ആട്ടിടയർക്ക് രാത്രിയുടെ അന്ധകാരത്തിൽ മാലാഖമാർ പ്രത്യക്ഷപ്പെട്ട് ശാന്തിമംഗളങ്ങൾ നേർന്നപ്പോൾ ഇതാ ഇന്നിൻ്റെ ലോകത്ത് തെരുവോരങ്ങളിലും ദാരിദ്ര്യത്തിലും ഇഴുകിച്ചേർന്ന് നിയമത്തിൻ്റെ സംശയദൃഷ്ടിയിൽ കുറ്റവാളികളെന്ന് മുദ്രകുത്തപ്പെടുന്ന ബാല്യങ്ങൾക്ക് പ്രതീക്ഷയുടെ പ്രതിധ്വനിയുമായി ഇന്നിൻ്റെ മാലാഖ ബഹുമാനപ്പെട്ട ആന്റണി സെബാസ്റ്റ്യൻ എന്ന വയനാട് സ്വദേശിയായ വൈദികൻ. മാനന്തവാടി നോബർട്ടൈൻസ് ഓർഡർ വൈദികനായ ഡോക്ടർ ആന്റണി സെബാസ്റ്റ്യൻ തൻ്റെ നിയമപഠനവേളയിൽ കണ്ട നഗരക്കാഴ്ചകളാണ് ബാല്യങ്ങളുടെ സുരക്ഷയ്ക്കും നേർവഴിക്കുമുള്ള പ്രവർത്തനങ്ങൾക്കായി സ്വജീവിതം നീക്കിവെക്കാൻ പ്രേരിപ്പിച്ചത്. ഞാൻ പൂനെയിൽ തിയോളജിയും ഫിലോസഫിയും എല്ലാം പഠിക്കുന്ന സമയത്ത് റെയിൽവേ സ്റ്റേഷനിലെ കുട്ടികളുമായിട്ട് അവരെ കാണാനും അവരോട് പ്രവർത്തിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ തിയോളജിയുടെ കാര്യത്ത് ഞാൻ ലോ കോഴ്സും ഒരുമിച്ച് ചെയ്യുമായിരുന്നു. ആ സമയത്ത് പല പ്രാവശ്യം റെയിൽവേ പ്ലാറ്റ്ഫോമിൽ കൂടെ പോകുവാനും ഈ കുട്ടികളെ കാണാനൊക്കെ സാധിച്ചപ്പോഴത്തേക്കും അവർക്കുണ്ടാകുന്ന ഒത്തിരി വിഷമങ്ങൾ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം റെയിൽവേ പോലീസ് ഈ കുട്ടികളെ 10-15 കുട്ടികളെ കയറിൽ കെട്ടിയിട്ട് ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് മറ്റു പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരുന്നതും ആ സമയത്ത് ഞങ്ങൾ ഇടപെട്ട് അത് സ്റ്റോപ്പ് ചെയ്തപ്പോഴത്തേക്കും പോലീസുകാർ ഞങ്ങളെ ഉന്തി മാറ്റി വളരെ നീചമായ രീതിയിലുള്ള ഒരു ബന്ധം ഈ കുട്ടികളെ കാണിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് വിഷമം തോന്നി. അപ്പോൾ ലോ കോളേജിൽ പഠിച്ച ഞങ്ങൾ കുട്ടികളെല്ലാം കൂടി അതിനെ എതിർത്തു. പക്ഷേ പോലീസ് അവരെ വീണ്ടും വലിച്ചു കൊണ്ടുപോയി പോലീസ് ലോക്കപ്പിലിടുന്ന ഒരു കാഴ്ച അതാണ് എൻ്റെ ജീവിതത്തിൽ ഇതിനെക്കുറിച്ച് പഠിക്കാനും ഇവിടെ കൊണ്ട് പ്രവർത്തിക്കാനുള്ള ഒരു അവസരം തന്നത്. അങ്ങനെ ലോ കോളേജ് പഠിച്ച് ലോ പഠനം കഴിഞ്ഞ് കൽപ്പറ്റയിൽ പ്രാക്ടീസ് ചെയ്തു 1 വർഷം. അതിനുശേഷം ചിക്കമംഗളൂരിലെ എന്നാർപുര ഭാഗങ്ങളിൽ പ്രവർത്തിച്ചു 3-4 വർഷം. അതിനുശേഷമാണ് എനിക്ക് നെതർലാൻഡ്സ് ഗവൺമെൻറ്റിൻ്റെ ഒരു ഫെലോഷിപ്പ് അവാർഡ് പഠിക്കാനുള്ള ഒരു സ്പോൺസർഷിപ്പ് ഗവൺമെൻറ് തരികയും അങ്ങനെ ഞാൻ ഹോളണ്ടിലെ ദ ഹേഗ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഇൻ്റർനാഷണൽ സോഷ്യൽ സ്റ്റഡീസ് യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായി മാസ്റ്റേഴ്സ് ഡിഗ്രി ചെയ്തു. ആ മാസ്റ്റേഴ്സ് ഡിഗ്രി ചെയ്ത സമയത്താണ് എനിക്ക് ഇവരെക്കുറിച്ച് പഠിക്കാനുള്ള ഈ തെരുവൂട്ടിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ നിയമത്തിൻ്റെ ദൃഷ്ടിയിൽ പഠിക്കാനുള്ളൊരു അവസരം കിട്ടുന്നത്. അങ്ങനെ ഞാൻ ഇന്ത്യയിലേക്ക് തിരിച്ചു വന്ന ശേഷം 2 മാസം പൂന, ബോംബെ, കൽക്കട്ട, ബാംഗ്ലൂർ സ്ഥലങ്ങളിലെ ഈ കുട്ടികൾ കുറ്റം ചെയ്ത് കഴിഞ്ഞാൽ കൊണ്ടുപോയിരുന്ന സ്ഥലങ്ങളിൽ ഉള്ള പഠനം നടത്തി ആ റിസർച്ച് ഞാൻ തിരിച്ചുപോയി ഹോളണ്ടിലെ ഞാൻ പഠിക്കുന്ന സ്ഥാപനത്തിൽ കൊണ്ട് അവതരിപ്പിച്ചു. അതിൻ്റെ പേരായിരുന്നു ഒരു എക്കോ ഓഫ് ദ ക്രൈ ഫ്രം ദ സ്ട്രീറ്റ്സ് ഓഫ് ബാംഗ്ലൂർ, ഇന്ത്യ. അശരണരായ മാതാപിതാക്കളുടെ കുഞ്ഞുങ്ങളും അനാഥത്വം പേറുന്ന ജന്മങ്ങളും തെരുവോരങ്ങളിലും റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റാൻഡുകളിലും ജീവിത പാഠത്തിൻ്റെ സാക്ഷരത തേടുമ്പോൾ നിയമപാലകർ അവരെ കുറ്റവാളികളായി മുദ്രകുത്തി. ഇതിനെതിരെ ആന്റണി അച്ഛൻ പൊരുതാൻ തുടങ്ങിയപ്പോഴാണ് നാഗരികതയുടെ വൈകൃതങ്ങളിൽ ഞെരിയുന്ന ചേരി പ്രദേശങ്ങളുടെ പച്ചയായ ജീവിതം മനസ്സിലാക്കാൻ തുടങ്ങിയത്. ആ പ്രവർത്തനങ്ങൾ ഭാരതത്തിലെ ഏറ്റവും വലിയ സാങ്കേതിക വ്യവസായ നഗരമായ ബാംഗ്ലൂരിൻ്റെ ഹൃദയത്തിൽ എക്കോ എന്ന പ്രസ്ഥാനത്തിന് രൂപം നൽകാൻ കാരണമായി. ഈ എക്കോ എന്നുള്ള വാക്ക് വളരെ അർത്ഥമുള്ള വാക്കാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എക്കോയെ എന്ന വാക്കിനെ വലുതാക്കി ഒരു ഓർഗനൈസേഷൻ ആരംഭിക്കുക. അങ്ങനെ എംപവർമെൻറ്റ് ഓഫ് ചിൽഡ്രൻ ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ എന്ന പേരിൽ ഈ പ്രസ്ഥാനം 2000 ആരംഭിക്കുന്നത്. പ്രായപൂർത്തിയാകാത്തവർക്ക് നീതി ലഭിക്കുന്നതിനായി ആരംഭിച്ച ഈ പ്രസ്ഥാനത്തിലൂടെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് വന്നത് ആയിരക്കണക്കിന് ജീവിതങ്ങളാണ്. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികളുടെ ആഴം മനസ്സിലാകാതെ കുറ്റകൃത്യങ്ങളിൽ പെട്ടുപോകുന്ന കൗമാരങ്ങൾ തടവറയിലെ കാലഘട്ടം കഴിയുമ്പോൾ ഒരു ക്രിമിനലായി രൂപപ്പെടുവാൻ സാധ്യതയുണ്ടെന്ന് കണ്ട് അവരുടെ ജീവിതത്തിൽ നന്മയുടെയും പ്രതീക്ഷയുടെയും പ്രതിധ്വനി സൃഷ്ടിക്കാൻ എക്കോ മുൻകൈയെടുത്തത് റെവറൻഡ് ഡോക്ടർ ആന്റണി സെബാസ്റ്റ്യൻ എന്ന വൈദികനെ സംസ്ഥാന തലത്തിൽ ശ്രദ്ധേയനാക്കുകയും ജുവനൈൽ കോർട്ട് മജിസ്ട്രേറ്റായി സേവനം ചെയ്യാൻ
സംസ്ഥാന സർക്കാർ നിയോഗിക്കുകയും ചെയ്തു. ഏകദേശം 8 വർഷത്തോളം ജുവനൈൽ കോർട്ട് മജിസ്ട്രേറ്റായി പ്രവർത്തിച്ച റവറൻഡ് ഡോക്ടർ ആന്റണി സെബാസ്റ്റ്യൻ ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കുട്ടികൾക്കുള്ള ദേശീയ ഉപദേശക സമിതി അംഗം, ദേശീയ ഓഡിറ്റ് കമ്മിറ്റി അംഗം എന്ന നിലകളിൽ പ്രവർത്തിച്ചു വരുന്നു. ഡോക്ടർ ആന്റണി അച്ഛൻ്റെ പ്രവർത്തനങ്ങളുടെ മികവും ആത്മാർത്ഥതയും പരിഗണിച്ച് കർണാടക സംസ്ഥാന സർക്കാർ വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഏൽപ്പിച്ചു. കുറ്റം ചെയ്യുന്ന കുട്ടികളെ നോക്കുവാനായിട്ടുള്ള ജുവനൈൽ ജസ്റ്റിസ് ആക്ടിൻ്റെ കീഴിലുള്ള 1-2 സംവിധാനമാണ്. ഒന്ന്, ഒബ്സർവേഷൻ ഹോം. കുറ്റം ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അവരെ റിമാൻഡ് ചെയ്ത് അവർ ഒബ്സർവ് ചെയ്യാനുള്ള പീരീഡാണ് ഒബ്സർവേഷൻ ഹോമിൽ നടക്കുന്നത്. അതിനുശേഷം കുറ്റം ചെയ്തെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ്, അതായത് കോടതി, അവരെ വിധിച്ച് അവരെ ജയിലിലേക്ക് വിടുന്നതിന് പകരമായിട്ടുള്ള മറ്റൊരു സംവിധാനത്തിൻ്റെ പേരാണ് സ്പെഷ്യൽ ഹോം. കുട്ടികളായതുകൊണ്ടാണ് സ്പെഷ്യൽ ഹോം എന്ന് വിളിക്കുന്നത്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ജില്ലകളിലും ഇത് ഉണ്ടാകണമെന്നാണ് നിയമം. പക്ഷേ പലയിടത്തും ഇല്ലാതെ 2010 കർണാടക സ്റ്റേറ്റ് എക്കോയുടെ ആവശ്യപ്പെട്ടതനുസരിച്ച് സ്പെഷ്യൽ ഹോം ആദ്യമായിട്ട് ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റ് അല്ലാത്ത NGO ആയിട്ട് ചെയ്യുന്ന ഒരു പ്രവർത്തനം ഞാൻ 2010 ആരംഭിച്ചു. 2010 മുതൽ അനേകം കുട്ടികൾ കുറ്റം ചെയ്ത് എന്ന് തെളിയിച്ച ശേഷം വരുന്ന കുട്ടികളെ അവരെ റിഫോം ചെയ്ത് സമൂഹത്തിൻ്റെ പല ഭാഗങ്ങളിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ഞങ്ങൾ അതിന് 0 റെസിഡിവ്സ് എന്ന് പറയുന്നത്, അതായത് ഒറ്റ കുട്ടി പോലും ഞങ്ങൾ സ്ഥാപനത്തിൽ വന്നവർ വീണ്ടും കുറ്റം ചെയ്യാൻ പോയിട്ടില്ല. അപ്പോൾ അത് വലിയ വിജയമാണത്. ഇന്ത്യയിൽ തന്നെ മോഡൽ ഓർഗനൈസേഷനായിട്ട് കാണുന്നതും സുപ്രീം കോടതി അംഗീകരിച്ചിട്ടുമായിട്ടുള്ള ഒരു സംവിധാനമാണ് സ്പെഷ്യൽ ഹോം. അപ്പോൾ സ്പെഷ്യൽ ഹോമിൽ വരുന്ന കുട്ടികൾക്ക് പ്രത്യേകമായിട്ടുള്ള ട്രെയിനിങ്ങൾ, പ്രോഗ്രാം കൊടുത്ത് അവരെ കുറ്റത്തിൽ നിന്നും വിമുക്തരാക്കി സമൂഹത്തിന് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. കുറ്റവാളികളെന്ന് തെളിഞ്ഞ് ശിക്ഷിക്കപ്പെടുന്ന പ്രായപൂർത്തിയാകാത്തവർക്ക് വേണ്ടിയുള്ള കേന്ദ്രം നടത്താനുള്ള ചുമതല ആന്റണി അച്ഛൻ്റെ നേതൃത്വത്തിലുള്ള എക്കോയെ ഏൽപ്പിച്ചു. സ്പെഷ്യൽ ഹോം എന്ന പേരിൽ ഇന്ന് ബാംഗ്ലൂരിലെ സുമനഹള്ളിയിൽ പ്രവർത്തിക്കുന്ന ഈ കേന്ദ്രം ഭാരതത്തിൽ ആദ്യത്തെ NGO നടത്തുന്ന പ്രായപൂർത്തിയാകാത്ത കുറ്റവാളികളുടെ കേന്ദ്രമാണ്. മാതൃകാപരമായ പ്രവർത്തനങ്ങളിലൂടെ എക്കോയുടെ സ്പെഷ്യൽ ഹോം കോടതികൾ വിലയിരുത്തുമ്പോൾ പല സംസ്ഥാനങ്ങളും ഇന്ന് എക്കോയോട് തങ്ങളുടെ നാടുകളിലും സ്പെഷ്യൽ ഹോം ഏറ്റെടുക്കുവാൻ അഭ്യർത്ഥിക്കുന്നുണ്ട്. തങ്ങൾ തടവറയിലാണ് കഴിയുന്നതെന്ന് തോന്നാത്ത വിധത്തിലുള്ള ദിനചര്യകളാണ് സ്പെഷ്യൽ ഹോമിൽ എക്കോ ഒരുക്കിയിരിക്കുന്നത്. രാവിലെ എഴുന്നേറ്റാൽ യോഗ പോലുള്ള വ്യായാമ മുറകളിലൂടെ ആരംഭിക്കുന്ന ഒരു ദിവസം വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു ഹോസ്റ്റൽ ജീവിതത്തിൻ്റെ നിലവാരത്തിൽ കുട്ടികൾ ജീവിക്കുന്നു. കൗതുക വസ്തുക്കളുടെ നിർമ്മാണം, തയ്യൽ പ്രവർത്തനങ്ങൾ, വിവിധ തരത്തിലുള്ള കൃഷികൾ എന്നിവയിലൂടെ തങ്ങളുടെ ക്രിയാത്മക ശേഷിയെ ഉണർത്തുകയും അതിലൂടെ മനസ്സിനെ പ്രതീക്ഷയുടെ പച്ചപ്പിലേക്ക് നയിക്കപ്പെടുകയും ചെയ്യുന്നു. ഇതുകൂടാതെ വിവിധ തരത്തിലുള്ള സർഗാത്മകവും വിനോദവും നിറഞ്ഞ പ്രവർത്തനങ്ങളും ഇവരുടെ ജീവിതത്തെ നിർമ്മലീകരിക്കുന്നു. എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും പാട്ടുകൾ പരിശീലിക്കുകയും നൃത്തച്ചുവടുകളിലൂടെ ആനന്ദം കണ്ടെത്തുകയും വ്യായാമങ്ങളിലൂടെ ചിട്ടയായ ശൈലി കൈവരിക്കുകയും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നതിലൂടെ സമൂഹത്തിലെ ഉത്തമ പൗരന്മാരായി വാർത്തെടുക്കപ്പെടുന്നു. സ്പെഷ്യൽ ഹോമിൽ സേവനം ചെയ്യുന്ന എക്കോ പ്രവർത്തകർ ഈ കുഞ്ഞുങ്ങളെ സ്വന്തം മക്കളെ പോലെ സ്നേഹിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ തിരുത്തുകയും ചെയ്യുമ്പോൾ ഒരു കുടുംബജീവിതത്തിൻ്റെ അനുഭവം ഈ കുട്ടികൾ ആസ്വദിക്കുന്നു. കോടതിയും സർക്കാരും നിർദ്ദേശിക്കുന്ന എല്ലാ മാനദണ്ഡങ്ങളും പാലിക്കുന്നതിലൂടെ സ്പെഷ്യൽ ഹോം സമൂഹത്തിലെ മാതൃകാ സ്ഥാപനമായി മാറുന്നു.
ನನ್ನ ಹೆಸ್ರು ಅಖಿಲ್ ಅಂತ. ನಾನು ಇಲ್ಲಿ ಬಂದು ಹೋಟೆಲ್ ಮ್ಯಾನೇಜ್ಮೆಂಟ್ ಮುಗಿಸಿ ಇವಾಗ ಹೋಟ್ಲಲ್ಲಿ ಕೆಲಸ ಮಾಡ್ತಾಯಿದ್ದೀನಿ. ರಿಸೆಪ್ಷನಲ್ಲಿ ಕೆಲಸ ಮಾಡ್ತಾಯಿದ್ದೀನಿ. ಅದು ಇಲ್ಲಿ ಬಂದಮೇಲೆ ಎಲ್ಲ ಮುಗಿಸಿದ್ದು. ಮೊದಲು ಆಚೆ ಇದ್ದಾಗ ಹಂಗೆ ಓದಿಲ್ಲ ಏನಿಲ್ಲ, ಯಾವಾಗೋ ಸ್ಕೂಲಲ್ಲಿದ್ದಾಗೆ ಬಿಟ್ಬಿಟ್ಟಿದ್ದೆ ಓದೋದೆಲ್ಲ. ಹುಡುಗರ ಜೊತೆ ಸುತ್ತಾಡಿಕೊಂಡು ಯಾರೋ ಗಾಡಿ ಕದ್ದು ಆಮೇಲೆ ಅವ್ರ ಜೊತೆ ಸುತ್ತಾಡ್ಕೊಂಡು ಹೋಗ್ಬೇಕಾದ್ರೆ ಈ ಪೊಲೀಸವ್ರು ಇಟ್ಕೊಂಡು ಸ್ಟೇಷನ್ ಜೈಲ್ ಅಂತ ಹೋಗ್ತಾಯಿದ್ರು. ಆವಾಗ ಇಲ್ಲಿಂದ ಒಬ್ಬರು ಸ್ಟಾಫ್ ಬಂದು ಎಕೋ ಬಗ್ಗೆ ತಿಳಿಸಿ ಆಮೇಲೆ ಇಲ್ಲಿ ಕರ್ಕೊಂಬಂದಮೇಲೆ ಇಲ್ಲಿ ಬಂದು ಹೋಟೆಲ್ ಮ್ಯಾನೇಜ್ಮೆಂಟ್ 10th ಮುಗಿಸಿ ಹೋಟೆಲ್ ಮ್ಯಾನೇಜ್ಮೆಂಟ್ ಮಾಡಿ PUCನೂ ಒಂದೇ ಸತಿ ಮುಗಿಸಿ ಇವಾಗ ಒಳ್ಳೆ ಇದರಲ್ಲಿ ಮಾಡ್ತಾಯಿದ್ದೀನಿ. ಹೋಟ್ಲಲ್ಲಿ ರಿಸೆಪ್ಷನಲ್ಲಿ 3 ಸ್ಟಾರ್ ಹೋಟ್ಲಲ್ಲಿ. ಅದು ಇವ್ರ ಕಡೆಯಿಂದನೇ ಕೆಲಸ ಕೊಡಿಸಿದ್ರು. ಹೆಸರು ಆದಿತ್ಯ. ನಾನು ಯಲಹಂಕದಿಂದ ಬಂದಿರೋದು. ನಂದು ಫಸ್ಟು ಕೇಸ್ ಆಗಿತ್ತು. ಆ ಕೇಸ್ ಮೇಲೆ ಫಾದರ್ ಆ್ಯಂಟೋನಿ ಅವರು ನನಗೆ ಬೇಲ್ ಮಾಡಿಸಿ ಡಿಪ್ಲೊಮಾ ಹೋಟೆಲ್ ಮ್ಯಾನೇಜ್ಮೆಂಟ್ ಮಾಡೋಕ್ಕೆ ಚಾನ್ಸ್ ಕೊಟ್ಟರು. ಆ ಕೋರ್ಸ್ ಮುಗಿಸಿ ನಾನು ಇವಾಗ ಕೆಲಸ ಮಾಡ್ತಾಯಿದ್ದೀನಿ ಒಡ್ರಪಾಳ್ಯದಲ್ಲಿ. ಅಲ್ಲಿ ನಾನು ಹೌಸ್ ಕೀಪಿಂಗ್, ಫ್ರಂಟ್ ಆಫೀಸ್, ಪ್ರೊಡಕ್ಷನ್, ಸರ್ವಿಸ್ ಎಲ್ಲ ಡಿಪಾರ್ಟ್ಮೆಂಟ್ಸಲ್ಲೂ ಕೆಲಸ ಮಾಡ್ತಾಯಿದ್ದೀನಿ. ನನ್ನ ಹೆಸರು ಹರ್ಷವರ್ಧನ ರೆಡ್ಡಿ ಅಂತ. ನಾನು 2012 ಅದಕ್ಕೆ ಮುಂಚೆ ಎಲ್ಲ ನನ್ನ ಮನೆಯಲ್ಲಿ ನಾವು ಸ್ಕೂಲ್ಗೆ ಹೋಗ್ತಾ ಇರಲಿಲ್ಲ. ಅದಾದರೆ ನಮ್ಮ ತಾಯಿ ಹೇಳೋರು ಯಾವಾಗಲೂ ಸ್ಕೂಲ್ಗೆ ಹೋಗೋ ಅಂತ. ಬಟ್ ಆದರೂ ನಾನು ಕೇಳ್ತಾ ಇರಲಿಲ್ಲ. ಆದರೆ 2012ರಲ್ಲಿ ನಾನೊಂದು ಕಳ್ತನ ಮಾಡಿ ಒಂದು ಕೇಸಲ್ಲಿ ಸಿಗಾಕ್ಕೊಂಡೆ. ಆಗ ಫಾದರ್ ನನ್ನ ಕರ್ಕೊಂಡೋಗಿ ಇದು ರಿಹ್ಯಾಬಿಲಿಟೇಷನ್ ಸೆಂಟ್ರಲ್ಲಿ ಇಟ್ಟಿದ್ದರು. ಆಗ ನನಗೆ ಫಾದರ್ ಆ್ಯಂಟೋನಿ ಅವರು ಬಂದು ನನಗೆ ಸಹಾಯ ಮಾಡಿ ಅವ್ರನ್ನ ಅಲ್ಲಿಂದ ಕರ್ಕೊಂಬಂದು ಎಕೋ ಅನ್ನೋ ಒಂದು ಸಂಸ್ಥೆಯಲ್ಲಿ ಸೇರಿಸಿ ಅಲ್ಲಿ ನನ್ನ ಚೆನ್ನಾಗಿ ನೋಡಿಕೊಂಡು ಮತ್ತು ನನಗೆ ಅಲ್ಲಿ ಓದೋಕ್ಕೆ ಅವಕಾಶ ಮಾಡಿಕೊಟ್ರು. ಆಗ ಓದೋಕ್ಕೆ ಸ್ಟಾರ್ಟ್ ಮಾಡಿ ಮತ್ತು ನಾನು ಅಲ್ಲಿ 10th ಪ್ರೈವೇಟಲ್ಲಿ ಕಟ್ಟಿ ಬಟ್ ಆದರೂ ಫಸ್ಟ್ ಅಟೆಂಪ್ಟಲ್ಲೇ ಪಾಸ್ ಆದೆ. ಮತ್ತು ನನಗೆ ಅವರು ಮತ್ತೆ ಇನ್ನೊಂದು ಅವಕಾಶ ಕೊಟ್ಟರು ಹೋಟೆಲ್ ಮ್ಯಾನೇಜ್ಮೆಂಟ್ ಮಾಡಲಿ ಅಂತ. ಮತ್ತು ನಾನು ಇಲ್ಲಿ ಸ್ವಲ್ಪ ದಿನ ಕೆಲಸ ಮಾಡ್ಕೊಂಡು ಮತ್ತೆ ಆಚೆ ಹೋಗಿ ಕೆಲಸ ಮಾಡ್ತಾಯಿದ್ದೀನಿ. ಇವಾಗ ನಮ್ಮ ತಂದೆ ತಾಯಿನ ಎಲ್ಲ ಚೆನ್ನಾಗಿ ನೋಡ್ಕೊತಾ ಇದ್ದೀನಿ. ಈಗ ತಾಯಿಗೋಸ್ಕರ ನಾನು ಮನೆ ಕಟ್ತಾಯಿದ್ದೀನಿ. ನನ್ನ ಹೆಸರು ಅನಿಲ್ ಕುಮಾರ್ ಅಂತ. ನಾನು ಯಾವುದೋ ಒಂದು ಕಾರಣದಿಂದಾಗಿ ಸ್ಪೆಷಲ್ ಹೋಮ್ಗೆ ಹೋದೆ. ಸ್ಪೆಷಲ್ ಹೋಮಿಂದ ನನ್ನನ್ನು ಫಾದರ್ ಆಂಟೋನಿ ಸರ್ ಅವರು ನನ್ನನ್ನು ಇಲ್ಲಿ ಎಕೋಗೆ ಕರ್ಕೊಂಬಂದು ಹೋಟೆಲ್ ಮ್ಯಾನೇಜ್ಮೆಂಟ್ ಡಿಪ್ಲೊಮಾ ಕೋರ್ಸನ್ನು ನನಗೆ ಕೊಟ್ಟರು. ಒಂದು ಆಪರ್ಚುನಿಟಿಯನ್ನು ನನಗೆ ತಂದುಕೊಟ್ರು. ನಾನೀಗ ಒಡ್ರಪಾಳ್ಯದಲ್ಲಿ ಕೆಲಸ ಮಾಡ್ತಿದ್ದೀನಿ. ഈ കുറ്റം ചെയ്ത കുട്ടികൾ വീണ്ടും അവർ തിരിച്ച് കുറ്റങ്ങളിലേക്ക് ഏർപ്പെടുകയും വീട് വിട്ടു പോവുകയും ചെയ്യുന്ന സന്ദർഭങ്ങളിൽ അവർക്കൊരു സ്ഥാപനം വേണം ജീവിക്കാനായിട്ട്. അങ്ങനെ താമസിപ്പിച്ച് അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തി വീണ്ടും സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശമായിരുന്നു അന്നുണ്ടായിരുന്നത്. വർഷം കഴിഞ്ഞതോടുകൂടി അത് മറ്റു പല ബ്രാഞ്ചുകളായിട്ട് വലുതായി മറ്റുള്ള മേഖലയിൽ പ്രവർത്തനം ആരംഭിച്ചു. പോലീസിൻ്റെ കൂട്ടത്തിൽ ജോലി ചെയ്യാൻ തുടങ്ങി. കുട്ടികളുടെ കേസ് വരുമ്പോഴത്തേക്കും പോലീസിനൊപ്പം അവരെ സഹായിക്കാനായിട്ട് കുട്ടികളുടെ സംരക്ഷണത്തിനായിട്ട് SJPU സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റ് ആരംഭിച്ചു. ഇത് ബാംഗ്ലൂർ നഗരത്തിൻ്റെ ഹൃദയഭാഗത്തുള്ള തിരക്കേറിയ റോഡുകൾ. ഇവിടെ ഗതാഗതം നിയന്ത്രിക്കുന്ന ട്രാഫിക് പോലീസിൻ്റെ ക്രോസ് ബെൽറ്റിൽ നോക്കിയാൽ കാണാം എക്കോ എന്ന നാമം. സ്പെഷ്യൽ ഹോമിൽ നിന്നും ഇറങ്ങുന്നവർ വീണ്ടും ജീർണിച്ച ജീവിതാവസ്ഥയിലേക്ക് പോകാതിരിക്കാൻ സർക്കാരുമായി സഹകരിച്ച് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റാണ് ട്രാഫിക് പോലീസ് അസിസ്റ്റൻസ്. ഗതാഗത നിയന്ത്രണത്തിന് പോലീസ് സേനയ്ക്ക് ഔദ്യോഗിക സംവിധാനത്തിൽ സഹായിക്കുകയും അതുവഴി ഒരു ജീവിതോപാധിയായി മാറുകയും ചെയ്യുന്നതിലൂടെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ ഒരു മാന്യമായ സ്ഥാനം ഇവർ കൈവരിക്കുന്നു. ഇതിനായി കൃത്യമായി പോലീസ് സംവിധാനം വഴി പരിശീലനവും പഠനവും നൽകി ഗതാഗത നിയമങ്ങളുടെ എല്ലാ കാര്യങ്ങളും പരിശീലിപ്പിക്കുന്നു. കുറ്റവാളികളുടെ ലോകത്തു നിന്നും മാറി പോലീസ് സേനയുടെ ഭാഗമായി മാറുമ്പോൾ ഇവരുടെ ആത്മാഭിമാനം വർദ്ധിച്ച് പുതിയ ജന്മങ്ങളിലേക്ക് പിറവിയെടുക്കുന്നു. ഇന്ന് എക്കോയുടെ ഈ പദ്ധതി ഭാരതം മുഴുവൻ അതിശയത്തോടെയാണ് വീക്ഷിക്കുന്നത്. Hi, I'm Madesh. Now I'm standing here near front of Echo. I finished my graduation in Christ University. Now I'm staying in
apart from ECHO. So I'm just doing my IAS practice and I'm working in a GS company. It's IT sector, international company. So presently my status is this. ಚೈಲ್ಡ್ಹುಡ್ಡಲ್ಲಿ ಏನಾಗಿತ್ತಂದರೆ ನಮ್ಮ ಫ್ರೆಂಡ್ಸ್ ಎಲ್ಲ ಸೇರಿ ನಾವೇನು ಮಾಡ್ತಾಯಿದ್ದಾರೆ ಅಂದರೆ ತುಂಬ ಈ ಕ್ರೈಮ್ಸ್ ಅಂದರೆ ಜಗಳ, ಹೊಡೆದಾಟ, ಕಳ್ತನ ಎಲ್ಲ ನಡೀತು. ಅದು ನಡಿಬೇಕಾದ್ರೇ ಹಾಗೆ ಪೊಲೀಸವ್ರಿಗೆ ಅಲ್ಲಿ ಸಿಕ್ಕಾಕೊಂಡು ಅಲ್ಲಿ ಅವರು OH ಅಂದರೆ ಅಬ್ಸರ್ವೇಷನಲ್ ಹೋಮ್ ಅಲ್ಲಿ ಕರ್ಕೊಂಡೋಗಿ ಅಲ್ಲಿ 1 ಇಯರ್ ನಂದು ಹಿಂಗೆ ನಡೀತಾ ಇದ್ದಾಗ ನಮ್ಮ ಎಕ್ಕೋಯಿಂದ ಸಿಸ್ಟರ್ ಮೇರಿ ಆ್ಯಂಡ್ ಜೈ ಮೇರಿ ಅಮ್ಮ ಅವರು ಫಾದರ್ ಆ್ಯಂಟೋನಿ ಅವರ ಸಹಾಯದಿಂದ ಅಲ್ಲಿಗೆ ಬಂದು ನಮಗೆ ಎಕ್ಕೋ ಬಗ್ಗೆ ಹೇಳ್ಕೊಟ್ಟು ನನಗೆ ಇಲ್ಲಿ ಫಸ್ಟ್ ಎಜುಕೇಷನ್ ಬಗ್ಗೆ ಇಂಪಾರ್ಟೆನ್ಸ್ ಕೊಟ್ಟರು. ಎಸ್, ಡಿಗ್ರಿ ಫ್ರಮ್ ಫಾದರ್ ಹೆಲ್ಪ್ ಐ ಗಾಟ್ ಇನ್ ಟು ಐ ಫಿನಿಶ್ಡ್ ವಿತ್ ಮೈ ಫಸ್ಟ್ ಕ್ಲಾಸ್ ಇನ್ ಕ್ರೈಸ್ಟ್ ಯೂನಿವರ್ಸಿಟಿ. ಸೊ ಪ್ರೆಸೆಂಟ್ಲಿ ಐ ಆಮ್ ವರ್ಕಿಂಗ್ ಆಸ್ ಎ ಎಂಪ್ಲಾಯಿ. ഉയർന്ന ജീവിത നിലവാരത്തിന് പേരുകേട്ട ബാംഗ്ലൂർ നഗരത്തിലെ ഓഷ്യൻ ഡിലൈറ്റ് എന്ന ഹോട്ടലിലെ ഭക്ഷണം ഉന്നത നിലവാരത്തിലുള്ളതും വില സാധാരണക്കാരൻ്റെ നിലവാരത്തിലുള്ളതുമാണ്. ഓഷ്യൻ ഡിലൈറ്റ് എക്കോയുടെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനമായ ഹോട്ടൽ മാനേജ്മെൻറ്റിന് പരിശീലനം നൽകുന്നതായി നടത്തുന്ന ഹോട്ടലാണ്. ഇവിടെ സേവനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ചെറിയൊരു വരുമാനം സാധ്യമാകുന്ന ഈ ഹോട്ടൽ ഇന്ന് ബാംഗ്ലൂരിലെ ജനകീയ ഭോജനശാലയാണെന്ന് പറയാം. നിർധനരായ യുവാക്കൾക്കു വേണ്ടി എക്കോ ആരംഭിച്ചിരിക്കുന്ന ഈ ഹോട്ടൽ മാനേജ്മെൻറ്റ് കോഴ്സിലേക്ക് ഭാരതത്തിലെ പല ഭാഗങ്ങളിൽ നിന്നും പഠിക്കാനെത്തുന്നുണ്ട്. സമൂഹത്തിൽ ആത്മാഭിമാനത്തോടെ എങ്ങനെ പെരുമാറണം, എങ്ങനെ പ്രവർത്തിക്കണം എന്നതുകൂടി ഈ കോഴ്സിന്റെ പരിശീലനത്തിൽ ഉൾപ്പെടുത്തുന്നു. വിവിധ തരത്തിലുള്ള ഭക്ഷണം പാചകം ചെയ്യുക, ഡൈനിങ് ടേബിൾ വൃത്തിയായി ഒരുക്കി ക്രമത്തിൽ ആഹാരപാത്രങ്ങൾ നിരത്തി ഭക്ഷണം വിളമ്പുക, കിടപ്പുമുറി വൃത്തിയായും കൃത്യമായും ഒരുക്കുക തുടങ്ങി ഹോട്ടൽ മാനേജ്മെന്റിന്റെ എല്ലാ ആധുനിക ശൈലികളും പരിശീലിപ്പിക്കുന്നു. ജനിച്ചു വളർന്ന ജീവിത പശ്ചാത്തലം ഏതുമായിക്കോട്ടെ, ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിലൂടെ എല്ലാവരും സമന്മാരും അധ്യാപകരും അനധ്യാപകരും സഹോദര സ്വഭാവത്തിലുള്ളവരുമാകുന്നു. ജീവിതത്തിലെ ജന്മദിനം പോലുള്ള എല്ലാ മുഹൂർത്തങ്ങളും എല്ലാവരും ഒന്നു ചേർന്ന് മധുരം പങ്കുവെച്ച് പാട്ടുകൾ പാടി ആശംസകൾ നേർന്ന് ആഘോഷിക്കുന്നു. ബാംഗ്ലൂർ സിറ്റിയെ കുറിച്ചുള്ള പഠനം നടത്തി ആ മാപ്പിൻ്റെ അകത്ത് കുറ്റം ചെയ്യപ്പെടുന്ന മേഖലകളെ കണ്ടുപിടിച്ച് അവിടെ പ്രിവെൻറ്റീവ് പ്രോഗ്രാംസ് ആരംഭിച്ചു. അതിന് എക്കോ ഹാപ്പി കിഡ്സ് എന്ന് പറയുന്നത്. കാരണം ഈ കുട്ടികൾ ചെറുപ്പത്തിലെ വീട് വിട്ടു പോയി കൂലിപ്പണിക്ക് പോകുന്നു, അവർ തെരുവിൽ അലയുന്നു, വിദ്യാഭ്യാസം കിട്ടാതെ ഭക്ഷണമില്ലാതെ മറ്റു കുറ്റകൃത്യങ്ങളിലേക്ക് പോകാൻ സാധ്യതയുള്ള മേഖല കണ്ടുപിടിച്ച് അവിടെ പ്രിവെൻറ്റീവായിട്ട് പ്രോഗ്രാം ആരംഭിച്ചു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് കഴിഞ്ഞ 8-9 വർഷമായിട്ട് ഈ സ്ലമ്മിൽ നിന്നും ഒറ്റ കുട്ടി പോലും കുറ്റം ചെയ്യാൻ പോയിട്ടില്ല. ഞങ്ങളിവിടെ എക്കോ സെൻറ്റർ നടത്തുന്ന ഒരു സെൻറ്ററാണ് ഹാപ്പി കിഡ്സ് എന്ന് പറയുന്നത്. ഇവിടെ ഞങ്ങൾ ചെയ്യുന്ന എന്തുവാണെന്ന് വെച്ചാൽ ഇവിടെ രാവിലെ 9 തുടങ്ങി 3:30 വരെ ഈ സ്ലമ്മിലുള്ള സ്കൂളുകളിൽ പോകാത്ത മക്കൾ അല്ലെങ്കിൽ ഔട്ട് ഗോയിങ് മക്കൾ അവർ സ്കൂളിൽ പോകുകയില്ല. അവരെ അവിടുന്ന് വീടുകളിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്ന് ഞങ്ങളിവിടെ ഈ സെൻറ്ററിലിരുത്തി അവർക്ക് LKG UKG വിടാത്ത മക്കൾക്ക് അവരുടെ ABCD തൊട്ട് അല്ലെങ്കിൽ അവർക്ക് അക്ഷരമാലകൾ പറഞ്ഞു കൊടുത്ത് അവരെ പഠിപ്പിക്കലാണ് ഞങ്ങളുടെ ഇവിടുത്തെ പരിപാടി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ SSLC കഴിഞ്ഞ് ഇവിടുന്ന് പോകുന്ന സ്കൂളിലേക്ക് പോകുന്ന മക്കൾക്ക് ഈവനിങ്ങിലും 3:30 തൊട്ട് 5:30 വരെ ഞങ്ങളിവിടെ ട്യൂഷൻ കൊടുക്കാറുണ്ട്. ഈ മക്കൾക്ക് അവരുടെ വീടുകളിൽ വേണ്ട രീതിയിലുള്ള പരിഗണനയോ അല്ലെങ്കിൽ പഠിക്കാൻ വിടണമെന്നുള്ളൊരു താല്പര്യമോ ഇല്ലാത്ത പിള്ളേരാണ്. അവരെ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് അവർക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ ലെവലിലും മക്കൾ നല്ല രീതിയിൽ എഡ്യൂക്കേഷൻ ലെവലിലും ബിഹേവിയർ ലെവലിലും എല്ലാം നല്ല രീതിയിൽ മക്കളെ വളർത്തുവാനായിട്ടും ചെയ്യുവാനായിട്ട് സാധിക്കുന്നു. ಇಲ್ಲಿ ಬರುವಾಗ ಅಲ್ಲಿ ಮೇಲ್ಗಡೆ ಹ್ಯಾಪಿ ಕಿಡ್ ಇತ್ತು. ನಮ್ಮ ಚಿಕ್ಕ ಚಿಕ್ಕ ಮಕ್ಕಳಿರುವಾಗ ಸ್ವಲ್ಪ ಹಂಗೆ ಹೋಗಿ ನಮಗೆ ಗೊತ್ತಿಲ್ಲ.
ಹಂಗೆ ಹೋಗಿ ಸ್ವಲ್ಪ ಇಂಪ್ರೂವ್ ಆಯಿತು. ಇಂಪ್ರೂವ್ ಆದಮೇಲೆ ಈ ಹ್ಯಾಪಿ ಕಿಡ್ ಅವರು ಇಲ್ಲಿ ಬಂದಿರೋ ಸಿಸ್ಟರಲ್ಲ, ಅವ್ರನ್ನ ನಮ್ಮ ಹತ್ರ ಮಾತಾಡಿಕೊಂಡು ಅವರವರೇ ಸ್ಕೂಲ್ಗೆ ಅಲ್ಲಿ ಕಲಿಸ್ಬಿಟ್ರು 2ನೇ ಕ್ಲಾಸ್ಗೆ. ನಮಗೆ ಇಂಟ್ರೆಸ್ಟ್ ಇಲ್ಲ, ನಾವು ಯಾಕೆಂದರೆ ನಾವು ಓದಿಲ್ಲ, ನಮಗೆ ಇಂಟ್ರೆಸ್ಟ್ ಇಲ್ಲ ನಮ್ಮ ಮಕ್ಕಳಿಗೆ ಓದಿಸ್ಬೇಕು ಅಂತ. ಆದರೆ ಅವ್ರು ಓದಿ 2ನೇ ಕ್ಲಾಸ್ 3ನೇ ಕ್ಲಾಸ್ 2ನೇ ಕ್ಲಾಸ್ 4ನೇ ಕ್ಲಾಸ್ ಆದರೆ ಸ್ವಲ್ಪ ನಮಗೂ ಇಂಟ್ರೆಸ್ಟ್ ಆಯಿತು. ನಾವು ಹ್ಯಾಪಿ ಕಿಡ್ಸ್ಗೆಲ್ಲ ಥ್ಯಾಂಕ್ಸ್ ಹೇಳ್ತೀವಿ, ಅವ್ರನ್ನ ಧನ್ಯವಾದ ಮಾಡ್ತೀವಿ. ಯಾಕೆಂದರೆ ನಮ್ಮ ಮಕ್ಕಳನ್ನ ಇಷ್ಟೆಲ್ಲ ಇಂಪ್ರೂವ್ ಮಾಡ್ತಾ ಇದ್ದಾರಲ್ಲ, ಅದಕ್ಕೆ ಸ್ವಲ್ಪ ಥ್ಯಾಂಕ್ಸ್ ಹೇಳ್ತೀವಿ. ಯಾಕೆಂದರೆ ಇನ್ನೂ ಮಕ್ಕಳನ್ನ ಅವ್ರನ್ನ ಓದ್ಕೋಬೇಕು ಅಂತ ಇದೆ. പെൺകുട്ടികൾക്കായിട്ട് ഒരു സ്ഥാപനം എക്കോ നവോദയ, അതും ഈ ക്വാറികളിൽ ജോലി ചെയ്യുന്ന ഒരു അടിസ്ഥാന സൗകര്യമില്ലാത്ത കുടുംബങ്ങളെ പെൺകുട്ടികൾക്കായിട്ടുള്ള ഇതും, അതുപോലെ തന്നെ പോലീസ് പിടിക്കപ്പെടുന്ന പെൺകുട്ടികൾ, മിസ്സിംഗ് ചിൽഡ്രന്, അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥാപനമാണ് എക്കോ നവോദയ. അതിനൊപ്പം തന്നെ ഞങ്ങൾക്ക് എക്കോയുടെ മെയിൻ സെൻറ്ററിൽ എക്കോ ട്രാൻസിഷണൽ ഹോം, എക്കോ സ്പർശ എന്ന് പറയും. എക്കോ സ്പർശ അത് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയുള്ള കുട്ടികൾ ഒബ്സർവേഷൻ ഹോം, പോലീസ് സ്റ്റേഷനിൽ വരുന്ന കുട്ടികൾക്ക് ഒട്ടാൻ നൽകുന്ന ഒരു ട്രാൻസിഷണൽ പീരീഡാണത്. അപ്പോൾ ഈ ട്രാൻസിഷണൽ ഹോമിൻ്റെ അവരുടെ ജീവിത ആ ഒരു പീരീഡിൽ അവർക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും നൽകേണ്ട ചില പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. തീർച്ചയായിട്ടും പോലീസ് സ്റ്റേഷനിലും ഒബ്സർവേഷനിൽ പോകുന്ന കുട്ടികൾക്ക് സ്കിൻ ഡിസീസ് ഉണ്ടാകാറുണ്ട്. അപ്പോൾ അവർക്ക് അതിന് ട്രീറ്റ്മെൻറ്റ് ആവശ്യമുണ്ട്. മാനസികമായിട്ട് ഒത്തിരി ഉടഞ്ഞ് പോയിട്ടുള്ള മനസ്സുകളെ വീണ്ടും വാർത്തെടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെ ധൈര്യം നൽകുന്ന കാലഘട്ടമാണ് ഈ സ്പർശ, അതായത് ഈ ട്രാൻസിഷണൽ പീരീഡ്. അതിനുശേഷം അവരുടെ കഴിവനുസരിച്ച്, അവരുടെ വിദ്യാഭ്യാസമനുസരിച്ച് പുനർപഠനത്തിനും ജോലികൾക്കും ട്രെയിനിങ്ങുമായിട്ട് വിടുന്നുണ്ട്. അങ്ങനെയുള്ള സ്ഥാപനമാണ് എക്കോ റീഹാബിലിറ്റേഷൻ ഹോം സുമനകളിലുള്ളത്. അതിനുശേഷം ജോലി കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഗ്രൂപ്പുകളായിട്ട് ഒരുമിച്ച് താമസിച്ച് അവരുടെ ദൈനംദിന ജീവിതത്തിലുള്ള കുക്കിംഗ്, പിന്നെ ജോലി, തിരിച്ചു വരുമ്പോഴുള്ള അവരുടേതായ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഒരുമിച്ച് ചെയ്യുന്ന ആ സമൂഹത്തെയാണ് ഗ്രൂപ്പ് ഫോസ്റ്റർ കെയർ ഹോം എന്ന് പറയുന്നത്. അങ്ങനെ അതിനുശേഷം അവർക്ക് അവരുടെ കല്യാണം കഴിക്കുന്നു, ജീവിതത്തിൻ്റെ മുഖ്യധാരയിലേക്ക് മാറുന്നു. അപ്പം അവരുടെ ആരംഭ സ്റ്റേജ് മുതൽ അവരുടെ വളർച്ചയുടെ പല ഭാഗത്തും എക്കോ അവരോടൊപ്പം നിന്നുകൊണ്ട് അവർക്ക് സഹായം നൽകി സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്താനുള്ള എല്ലാവിധ സഹായമാണ് എക്കോ നൽകുന്നത്. അവർക്ക് കല്യാണം കഴിച്ചാൽ പോലും അവർക്ക് വീണ്ടും അവരെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെ അവർ ജീവിതത്തിൻ്റെ ഭാഗമായി തീരുക, അവരുടെ ജീവിതത്തിനൊപ്പം തന്നെ യാത്ര ചെയ്യുക എന്നുള്ളതും കൂടെയാണ് എക്കോയുടെ ഉദ്ദേശം. തെരുവോരങ്ങളിൽ കൊഴിഞ്ഞു പോകുന്ന ബാല്യങ്ങൾക്ക് അത്താണിയായി, ജീവിതഭാരത്താൽ ഒറ്റപ്പെട്ടു പോകുന്ന കുഞ്ഞുങ്ങൾക്ക് ആശ്വാസത്തണലായി എക്കോ ഒരു സ്നേഹക്കൂടാരമായി മാറുമ്പോൾ കളിയും പഠനവും പ്രാർത്ഥനയും ഭോജനവും നിറഞ്ഞ ഒരു കൂട്ടുകുടുംബം രൂപം പ്രാപിക്കുന്നു. ചിട്ടയായ ജീവിതശൈലിയിലൂടെ വാർത്തെടുക്കുന്ന ഈ വ്യക്തിത്വങ്ങൾ സമൂഹത്തിൽ നാളെ ഉത്തരവാദിത്തമുള്ള പൗരന്മാരാകുമെന്നതിൽ സംശയമില്ല. ഇന്ന് എക്കോ ബാംഗ്ലൂരിൽ എക്കോയ്ക്ക് 7 സെൻറ്റേഴ്സ് ഉണ്ട്. മൈസൂരിൽ ഒരു സെൻറ്റർ, കേരളത്തിൽ കൊച്ചിയിൽ ഒരു സെൻറ്റർ. അപ്പോൾ നോർട്ടൺ സഭയുടെ ഈ പ്രധാനപ്പെട്ട ഒരു മിനിസ്ട്രിയാണ് ഈ എക്കോ. മുന്നോട്ടേക്ക് ഒത്തിരി സാധ്യതകളുണ്ട്. ഇപ്പോൾ UP ഗവൺമെൻറ് അവിടുത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആവശ്യപ്പെട്ടതനുസരിച്ച് ഞങ്ങൾ UPയിലെ മീററ്റിലെ ഒബ്സർവേഷൻ ഹോം വിസിറ്റ് ചെയ്യുകയും ഗവൺമെൻറ് ആവശ്യമനുസരിച്ച് ഞങ്ങളത് ഏറ്റെടുത്ത് നടത്താൻ പോവുകയാണ്. കേരളത്തിലും കേരള ഗവൺമെൻറ്റും ഒബ്സർവേഷൻ ഹോം, സ്പെഷ്യൽ ഹോമൊക്കെ ഏറ്റെടുത്ത് നടത്താൻ ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. ഗോവയിൽ ഞങ്ങൾക്ക് പ്രോപ്പർട്ടിയും ഒരു വീടും ഫ്രീ ആയി തന്നിട്ടുണ്ട് ആരംഭിക്കാനായിട്ട്. അപ്പം മുന്നോട്ടേക്ക് നോക്കുമ്പോഴത്തേക്കും നോർട്ടൺ സഭയ്ക്ക് തുറന്നിരുന്ന ഒത്തിരി മേഖലകളാണ് ഈ ഒബ്സർവേഷൻ കുറ്റം ചെയ്ത കുട്ടികളുമായിട്ട് ചെയ്യുന്ന ജോലികൾ, അവരുടെ പുനരധിവാസം, അവർക്ക് നൽകേണ്ട മറ്റുള്ള ബെനിഫിറ്റ്സ് എല്ലാം വെച്ച് നോക്കുമ്പോഴത്തേക്കും കത്തോലിക്ക സഭയ്ക്ക് തന്നെ ഒത്തിരി ചെയ്യാൻ സാധിക്കുന്ന ഒരു മേഖലയാണത്. പാപിനിയായ സ്ത്രീക്ക് മാത്രമായി കുറ്റം വിധിച്ച സമൂഹത്തിനോട് പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന നീതി ഉപദേശിച്ച ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷൻ റവറൻ ഡോക്ടർ ആന്റണി സെബാസ്റ്റ്യൻ ക്രിസ്തുവിൻ്റെ പിറവി നീതി നിഷേധിക്കപ്പെട്ടവർക്ക് വേണ്ടിയാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. ആ വിശ്വാസം നെഞ്ചിലേറ്റി ഓരോ ക്രിസ്തുമസും
മനുഷ്യനിലെ ഇരുളിൽ നന്മയുടെ പ്രകാശമായി മാറുമെന്ന് പ്രത്യാശിക്കുന്നു. ആ ക്രിസ്തുനാഥൻ പുൽക്കൂട്ടിൽ കാലിത്തൊഴുത്തിൽ ജനിച്ചത് തന്നെ പാവപ്പെട്ടവർ താരതമ്യപ്പെടുത്തുവാനും പിന്നീട് യേശുനാഥൻ്റെ ഓരോ പ്രവർത്തനങ്ങളും പാവപ്പെട്ടവർക്ക് വേണ്ടി ആണെന്ന് തെളിയിക്കുന്ന രീതിയിൽ ഉള്ള അത്ഭുതങ്ങളാണ് ചെയ്തിരുന്നത്. സമൂഹത്തിൽ പാർശ്വീകരിക്കപ്പെട്ടിരുന്ന കുഷ്ഠരോഗികൾ, മാറാരോഗികൾക്കെല്ലാം അവർ സുഖപ്പെടുത്തുന്ന മുഖാന്തരം കർത്താവിൻ്റെ അവരിലേക്ക് താരതമ്യപ്പെടുത്തുന്നത് വളരെ വ്യക്തമാണ്. പാവനിയായ മറിയത്തിന് കല്ലെറിഞ്ഞ് കൊല്ലുവാനായിട്ട് ജനം കൂടിയപ്പോൾ അവർക്ക് നിങ്ങൾ പാവം ചെയ്യാത്തൊരു കല്ലെറിയട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ജഡ്ജ്മെൻറ്റ് കൊടുത്തുകൊണ്ട് അവരെ അവിടെ നിന്നും രക്ഷപ്പെടുത്തുന്നതും എല്ലാം അത് തെളിവാണ്. ഇന്നത്തെ സമൂഹത്തിൽ ക്രിസ്തുവിൻ്റെ അനുയായി നിലയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമുണ്ട്. അവസാന പെരുന്നാളിലെ കർത്താവ് ചോദിക്കുന്ന ചോദ്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് വ്യക്തമാണത്. ഞാൻ വിശക്കുന്നവനായി വന്നു, നിങ്ങളെനിക്ക് ഭക്ഷണം തന്നു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങളെനിക്ക് വസ്ത്രം തന്നു. എനിക്ക് പാർപ്പിടമില്ലായിരുന്നു, എനിക്ക് പാർപ്പിടം തന്നു. കാരാഗ്രഹത്തിലായിരുന്നു, കാരാഗ്രഹത്തിൽ സന്ദർശിച്ചു എന്ന് പറയുന്ന ആ മേഖല ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കർത്താവ് വീണ്ടും ജനിക്കുന്ന ഈ മേഖലയിലാണ്. ഓരോ ക്രിസ്മസിലും ക്രിസ്തു വീണ്ടും ജനിക്കുകയാണ്. ക്രിസ്തു ജനിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ തന്നെയാണ്. ഈ പറയുന്ന മേഖലകളിൽ പാവപ്പെട്ടവർക്ക്, ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക്, തെരുവിൽ ജീവിക്കുന്നവർക്ക്, കുറ്റം ചെയ്യുന്ന വിശേഷിപ്പിച്ച് ജയിലിൽ അടയ്ക്കപ്പെടുന്നവർക്കെല്ലാം അവരിൽ സഹായം എത്തുമ്പോൾ, അവർ ദൈവസ്പർശനം എത്തുമ്പോൾ, അവരിലേക്ക് നമ്മുടെ സഹായം എത്തുമ്പോഴാണ് യേശു വീണ്ടും നമ്മുടെ സമൂഹത്തിൽ ജനിക്കുന്നത്. ഒരു പക്ഷേ നമുക്ക് നേരിട്ട് ഇതെല്ലാം ചെയ്യാൻ സാധിച്ചത് വരില്ല. അപ്പോഴൊക്കെ ഇങ്ങനെ പ്രവർത്തിക്കുന്ന സംഘടനകൾക്കായിട്ട്, ഇങ്ങനെ പ്രവർത്തിക്കുന്ന ജനങ്ങൾക്കായിട്ട് മദർ തെരേസയെ പോലെ ജീവിതം ഒഴിഞ്ഞു വെച്ച് ജീവിക്കുന്ന അനേകർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരെ സഹായിച്ച്, അവരെ പ്രോത്സാഹിപ്പിച്ച് വളർത്തുമ്പോഴാണ് വീണ്ടും ക്രിസ്തുനാഥൻ നമ്മുടെ സമൂഹത്തിൽ വീണ്ടും ജനിക്കുന്നത്. നീതി നിഷേധിക്കപ്പെടുന്ന നിയമവശങ്ങളെ പ്രതിരോധിക്കാനറിയാത്ത ബാല്യങ്ങൾക്കും കൗമാരങ്ങൾക്കും ഒരു ദേവദൂതനായി മാറുകയാണ് ബഹുമാനപ്പെട്ട ആന്റണി സെബാസ്റ്റ്യൻ അച്ഛൻ. നിയമവും സ്നേഹവും സുരക്ഷയും സമന്വയിക്കുന്ന ഒരു വേദിയൊരുക്കി നിയമജ്ഞനായ ബഹുമാനപ്പെട്ട ആന്റണി അച്ഛൻ വചനം മാംസമായി അവതരിച്ച ഉണ്ണീശോയുടെ കൊച്ചുകൂട്ടുകാരിൽ പ്രതീക്ഷയൊരുക്കുമ്പോൾ വിശുദ്ധ വചനങ്ങളുടെ മുദ്രയാൽ ആ ജന്മം സാർത്ഥകമാകുന്നു.